പടം നമുക്കൊന്ന് നോക്കാം. ദ സ്മൈൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്മൈൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, ചിരിക്കുക. ദ സ്മൈൽ എന്ന് പറഞ്ഞാൽ ആ ചിരി. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. ഡിയർ ചിൽഡ്രൻ, പ്രിയപ്പെട്ട കുട്ടികളെ, ടുഡേ ഇന്ന്, വി ഹാവ് എ ന്യൂ ഫ്രണ്ട്, നമുക്കൊരു പുതിയ കൂട്ടുകാരനുണ്ട്, കൂട്ടുകാരിയുണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ആവും, സുഹൃത്തുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. അവൾ കുറേ ദൂരത്തുള്ള ഒരാളാണ്. ലെറ്റ്സ് വെൽക്കം ഹെർ. നമുക്ക് അവളെ സ്വാഗതം ചെയ്യാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കബിത ഇൻ ദ സ്കൂൾ അസംബ്ലി. ഹെഡ് മാസ്റ്റർ അവളെ സ്കൂൾ അസംബ്ലിയിൽ പരിചയപ്പെടുത്തി. ഇൻട്രൊഡ്യൂസ്ഡ് പരിചയപ്പെടുത്തി. ഷീ കെയിം ഫോർവേഡ്. അവൾ മുമ്പിലേക്ക് വന്നു. ഫോർവേഡ് മുമ്പിലേക്ക്. ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അവൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തിരുന്നത്? അവൾ സ്കൂൾ യൂണിഫോം ഇട്ടിട്ടാണ് വന്നിരുന്നത്. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവരി വൺ. അവൾ എല്ലാവരോടും നന്നായി ചിരിച്ചു. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കബിതാസ് പാരൻസ് ടു ദ സ്റ്റേജ്. ഹെഡ് മാസ്റ്റർ കവിതയുടെ രക്ഷിതാക്കളെ, അമ്മയെയും അച്ഛനെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ആൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാ കുട്ടികളും ക്ലാപ്പ് ചെയ്തു. ഐ കൺഗ്രാജുലേറ്റ് സഷ ആൻഡ് നവീൻ. ദേ ഹെൽപ്ഡ് കബിത ടു ജോയിൻ അസ്. ഐ കൺഗ്രാജുലേറ്റ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക. ഐ കൺഗ്രാജുലേറ്റ് സഷ ആൻഡ് നവീൻ. ഞാൻ സഷയെയും നവീനെയും അഭിനന്ദിക്കുന്നു. ആരാ പറഞ്ഞത്? ഹെഡ് മാസ്റ്ററാണ് പറഞ്ഞത്. ദേ ഹെൽപ്ഡ് കബിത ടു ജോയിൻ അസ്. സഷയും നവീനുമാണ് കവിതയെ നമ്മുടെ കൂടെ കൂടാൻ സഹായിച്ചത്. സഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡയസ്. സഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡയസ്. ദയവേത് സ്റ്റേജിലേക്ക് വരൂ. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ഹെഡ് മാസ്റ്റർ അവരെ പ്രോത്സാഹിപ്പിച്ചു. എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത്? ക്ലാപ്പിംഗ് ഹാൻഡ്സ്, കൈ കൊട്ടിക്കൊണ്ട് അവരെ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. എൻകറേജ്ഡ്, പ്രോത്സാഹിപ്പിച്ചു. നമുക്ക് ഈ പിക്ചർ കാണാം. ഈ പിക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഒരു പെൺകുട്ടി യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട്. ബാക്കിൽ 2 ആൾക്കാർ യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട്. ആരൊക്കെയാണ് അത്? ഇത് ആരായിരിക്കും? ഇത് നമ്മുടെ നവീൻ. ഇതാരാ? സഷ. അപ്പോൾ ഈ പുതിയ കുട്ടി ആരാ? ഇതായിരിക്കും നമ്മുടെ കവിത. കവിതയുടെ ബാക്കിൽ നിൽക്കുന്ന ആരൊക്കെയാ? ഇത് കവിതയുടെ അച്ഛനായിരിക്കും അല്ലേ? ഇതോ കവിതയുടെ അമ്മ. ഇതായിരിക്കും അല്ലേ നമ്മുടെ HM, ഹെഡ് മാസ്റ്റർ. പിന്നെ കുട്ടികളെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടാൽ മനസ്സിലാവും ഇതൊരു സ്കൂൾ അസംബ്ലിയാണ്, ഇതൊരു സ്റ്റേജാണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സഷ ആൻഡ് നവീൻ ടു ദ ഡയസ്? എന്തുകൊണ്ടായിരിക്കും ഹെഡ് മാസ്റ്റർ സഷയെയും നവീനെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചത്? എല്ലാവരും പറയൂ. വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് മിക്കവാറും വൈ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ആൻസർ വരുമ്പോൾ മിക്കവാറും ബിക്കോസ്, കാരണം എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എന്തിനായിരിക്കും ക്ഷണിച്ചത്? നമുക്ക് പറയാം. ബിക്കോസ് സഷ ആൻഡ് നവീൻ ഹെൽപ്ഡ് കബിത ടു ജോയിൻ അസ്. ബിക്കോസ് സഷ ആൻഡ് നവീൻ ഹെൽപ്ഡ് കബിത ടു ജോയിൻ അസ്. സഷയും നവീനും അല്ലേ അവരെ, കവിതയെ നമ്മുടെ കൂടെ കൂടാൻ സഹായിച്ചത്? അതുകൊണ്ടായിരിക്കും അല്ലേ. നമുക്ക് ആക്ടിവിറ്റി 8 നോക്കാം. സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. പാഠത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളെ ഇവിടെ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റൈറ്റ് ദം ഇൻ ഓർഡർ. ഇത് ഓർഡറിലല്ല, ക്രമത്തിലല്ല എഴുതിയിട്ടുള്ളത്. നമുക്ക് ചെയ്യേണ്ടത് ഇവരെ ക്രമത്തിലാക്കുകയാണ്. അതിന് നമുക്ക് ആദ്യം ഇത് വായിച്ചു നോക്കി ഇതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കണം. അത് ഏത് പാഠഭാഗത്തിലുള്ളതെന്നും മനസ്സിലാക്കണം. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. സഷയെയും നവീനെയും ഹെഡ് മാസ്റ്റർ അഭിനന്ദിച്ചു. സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കബിത. സഷയും നവീനും കവിതയെ കാണാൻ വേണ്ടി അവിടെ പോയി. കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. കവിത അവളുടെ അനിയനെ തൊട്ടിലാട്ടുകയായിരുന്നു. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. നവീൻ ആ വിൻഡോൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു.
സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ഇതൊക്കെ വായിച്ചു നോക്കി ഇതൊക്കെ എവിടെ വരുന്നതാണെന്ന് അറിഞ്ഞാലേ നമുക്കിതിനെ ക്രമപ്പെടുത്താൻ കഴിയുള്ളൂ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. നമുക്ക് ഈ ഇവൻറ്റ്സ് ഒക്കെ ഒന്ന് ഓർഡറിലാക്കി നോക്കാം. ആദ്യം എന്താ ഉണ്ടായത്? നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. ആദ്യം നവീൻ ആ പെൺകുട്ടിയെ വിൻഡോൻ്റെ അടുത്ത് കാണുകയല്ലേ ചെയ്തത്. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. പിന്നെ എന്താ സംഭവിച്ചത്? സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. സഷയും നവീനും കവിതയെ കാണാൻ വേണ്ടി പോയി. കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. സഷയും നവീനും അവരെ കാണാൻ പോയപ്പോൾ കവിത അവളുടെ അനിയനെ തൊട്ടിലാട്ടുകയായിരുന്നു. സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സഷ കവിതയ്ക്കായി ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തു. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റഡ് സഷ ആൻഡ് നവീൻ. ഹെഡ് മാസ്റ്റർ സഷയെയും നവീനെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. സഷയും നവീനെയും അഭിനന്ദിച്ചു. എല്ലാവരും നോക്കിയേ.